അതൊന്നും സാരില്ലടാ, നീ സമാധാനിക്ക്. അവൾ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, സാരില്ലെന്നേ. ആദ്യത്തെ ഈ മൂക്കിയിറ്റലും ചവിട്ടലും കുത്തുമൊക്കെ ഇവറ്റുള്ള സ്ഥിരം നമ്പറാ. പെണ്ണല്ലേ, എന്ത് പറഞ്ഞാലും കണ്ണുരുട്ടി കാണിച്ചാലും ശരി, നമ്മളൊന്ന് മയത്തിൽ നിന്നാ മതി. പയ്യെ തിന്നാ പനയും തിന്നാ. എന്തിനാ പന തിന്നണ? പനി മാറാൻ. എടാ, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ. നീയേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് കരുതി അവൾ ഒന്നും കൂടി കാണുക. വല്ലതും പറഞ്ഞാലോ? എന്തിനാ ഈശ്വരൻ നമുക്ക് രണ്ട് ചെവി വന്നിരിക്കുന്നത്? ഇതി കൂടി കേട്ട് ഇതി കൂടി കളയാൻ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടാൻ. ഓ എടാ, അതല്ല പറഞ്ഞത്. നീ ചെന്ന് അവളെ ഒന്നുകൂടി കാണാൻ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് കേൾക്കണമെന്നില്ല. എന്നോട് ദേഷ്യം തോന്നരുത്. അന്ന് ആ കത്ത് എഴുതിയത് ഞാനല്ല. ഓ, അപ്പൊ നന്നായി നുണേ പറയില്ലേ? അല്ല, സത്യാണ്. അത് ശങ്കരൻ എഴുതിയതാ. എഴുത്തും വായനയൊന്നും എനിക്കറിയില്ല. ചെറുപ്പത്തിലെ ഒരു സൂക്കേടുകാരനായിട്ട് സ്കൂളിൽ പഠിക്കാൻ ആരും എന്നെ വിട്ടില്ല. ചെയ്ത തെറ്റ് തന്നെയാ. അത് പഠിപ്പും വിവരമില്ലാത്ത ഒരുത്തന്റെ മണ്ടത്തരായിട്ട് കരുതിയാ മതി. ഓർക്കണം. ഒരൊറ്റ അടി ഞാൻ വെച്ചേരൂട്ടോ, വെറുതെ ഓടുന്നു പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കാൻ. തമാശയല്ലേടി, കാര്യമായിട്ട് പറഞ്ഞു തന്നെയാ. ഓ പിന്നെ വലിയൊരു കാര്യം പറിച്ചില്. വേറെ പണിയില്ലേ? അതോ പലിശക്കാരാ? അത് നമ്മളെ ശ്രീദേവിയാ. മറ്റേ പെണ്ണോ? അതേതോ ചെക്കനാ. ഇന്നിങ്ങോട്ട് വരട്ടെ, അവിടെ പഠിപ്പ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ. നിന്റെ അച്ഛനല്ലേ ഇത്? എവിടെ? ഇതാ പോണു. പിടിക്കടാ. അയ്യോ, എന്റെ അച്ഛൻ തന്നെയാ. നമ്മളെ കണ്ടു ആവും. ഞാൻ വേഗം ചെല്ലട്ടെ, ഇതിനൊരു എളുപ്പവഴി. നാളെ എപ്പോഴാ? രാവിലെ. നേരത്തെ നിനക്ക് ക്ലാസ് ഇല്ലേ? ഉണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞു. നീ അല്ലേ കഞ്ഞി വേണമെന്ന് പറഞ്ഞത്? വേണമെങ്കിൽ വന്ന് കഴിച്ചോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പൊ വരാം. ഓ, ഏത് നേരത്തെ മുടിഞ്ഞൊരു അഴിച്ചുപണി. എത്ര കാലായി തുടങ്ങിട്ടെന്ന് അറിയട്ടെ. ഇന്നത്തോടെ ഞാനിത് നിർത്തും. ഒരു പ്രേമം മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. ഉരുമ്പട്ടോൾ കൊണ്ടായ ഉരുമ്പട്ടോൾ. എന്താ വളർത്തടി മക്കളെ, ലാളിച്ച് ലാളിച്ച് വളർത്തി ഉണ്ടാക്കടി. സത്യം പറയുമ്പോ എന്റെ വെക്കിട്ടുകാരിലല്ലേ തള്ളയും മക്കളെയും പണി. നിങ്ങൾ എന്താ പറയണത്? ആരുടെ കാര്യം പറയണത്? ഇവിടെ ഒരുത്തിയുടെ ട്യൂഷനെ കണ്ണിക്കണ്ടോമാരുടെ കൂടെ മരത്തിന്റെ ചോട്ടിന്നാ. 4 അക്ഷരം അറിഞ്ഞിരുന്നാ നല്ലതെന്ന് കരുതി വിട്ടതാ. നിർത്തി. പഠിപ്പും മണ്ണാങ്കട്ട ഇന്നത്തോടെ നിർത്തി. ഇനി അവള് പരത്തട്ടപ്പം പപ്പടം. പഠിപ്പ് നിർത്താൻ മാത്രം ഇവിടെ ഒരു വഴക്കായി ഉണ്ടായിട്ടില്ല. അവളെ എന്റെ മോണാ. അതാ കുഴപ്പം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി. പച്ച പുള്ളിയുള്ള ചുരിദാറിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ മരത്തിന്റെ ചോട്ടി നിൽക്കണു. നിനക്കെന്താ പ്രാന്തുണ്ടോ? അവളെ ക്ലാസ് കഴിഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. അവൾ അവിടെ ഇരുന്ന് പഠിക്കേ. ശ്രീദേവി മോളെ. എന്താ മോളോട് വന്നേ. എന്താ? എടാ ചന്തു, എന്താ മാമ? നിനക്ക് കണ്ണ് വല്ല കുഴപ്പമുണ്ടോ? കണ്ണിക്കേതെന്താ? ഉപ്പ മാതി. ഇതെത്രയാ? 10. ഇതോ? അത് അമ്മാവൻ തന്നെ പതാ. നമ്മൾ അവിടെ കണ്ടത് ഇവളെ തന്നെയല്ലേടാ? അല്ലാന്ന് തോന്നുന്നു. ഇത്ര പൊക്കമില്ല, വണ്ണം കുറച്ച് ജാസ്തിയാ. പപ്പതത്തിന്റെ നടാ. അത് വേറെ വല്ല പെണ്ണുങ്ങൾ വരച്ചു. കണ്ണും കടുപ്പില്ലാണ്ട് നടക്കുക. പോയി വല്ല കടലട്ടം കണ്ട് കണ്ണ് കളിക്ക് വലിക്കുക. കുട്ടിയെ കുട്ടിപ്പറഞ്ഞ് നടക്കുക. പോട്ടക്കണ്ണെ. ഞാൻ കുഴഞ്ഞു. മാവ് കുഴക്കത്തെ. നീ കുഴക്ക. നമുക്കിതിലേ പോവാ ചേച്ചി. പൊടി, ആ വഴി പോവാം. നിനക്കറിയില്ല. ആയിരിക്കും നാളെ കണ്ടോ? അതാരാ?
ആരാ നിങ്ങള്? ആരാന്നാ ചോദിച്ച? എവിടത്തെയാ നിങ്ങള്? ഞങ്ങളടത്തെയാ. ഇത് എവിടെ നിന്ന് ഇറക്കുമതി ഇങ്ങനെ ഒരു സാധനം? ഒരു ദിവസം എത്ര വീട്ടിൽ നിന്ന് പഴം കക്കാറുണ്ട്? പഴ ഇത് കളിയാക്ക? പറയടോ, എത്ര വീട്ടിൽ നിന്ന് കക്കാറുണ്ട്? പിശാചുകള് മനുഷ്യനെ പഞ്ചറൊട്ടിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ. എന്താ ഇവിടെ നിക്കണേ? ഏതാ കുട്ടികള്? അനിത്യകളാ. എല്ലാം പറഞ്ഞു കൊടുത്തൂല്ലേ? ഞാൻ പറഞ്ഞു കൊടുത്തോന്നല്ല, മുത്തശ്ശൻ പറയുന്നത് കേട്ടതാ അവര്. എന്നെ റിപ്പയറിംഗ് ആണല്ലോ, ഇത് വിറ്റ് പുതിയതൊരെണ്ണം വാങ്ങിച്ചൂടെ? വാങ്ങണം, പക്ഷെ ഇവനെ ഞാൻ ആർക്കും കൊടുക്കില്ല. 8 കൊല്ലായി ഇവൻ എന്റെ കൂടെ. ബെല്ലും ബ്രേക്കൊന്നും ഇല്ല, പക്ഷെ ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല അവൻ. എന്തെങ്കിലും ചതിച്ചാലോ? ചതിക്കില്ല, ഉറപ്പുണ്ട് എനിക്ക്. എന്താ ഇത്? പൊള്ളിയതാ? ഏയ് അല്ലല്ല, മറുകാണ്. നല്ല കാക്കക്കറുപ്പ് തന്നെ. മുഖത്ത് ഇങ്ങനെ മറുകുണ്ടാവണത് ഭാഗ്യക്കേടെന്നാ എല്ലാരും പറയണത്. അതൊക്കെ വെറുതെ പറയാ. ഭാഗ്യമുള്ളതുണ്ടല്ലേ സ്വന്തമായിട്ട് സൈക്കിളൊക്കെ ഉള്ളത്. ഇന്ന എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഇപ്പോഴും ഉണ്ട്. അത് ഈ കാക്കക്കറുമ്പനോടല്ല. പുതിയ വാഗ്മാന ഇത് ബംഗ്ലാവിലെ സാർ എനിക്ക് തന്നതാ. ചോരേ നീരുള്ളൊറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. ഏയ് അല്ലല്ല, ഇഷ്ടായിട്ട് തന്നു തന്നെയാ. അയാള് നല്ല മനുഷ്യനാ. എവിടെ ഇരിക്കണ്ടാവെന്ന് അറിയായിരുന്നു. അവിടെ അമ്മ അനിയത്തികളൊക്കെ തൊഴാൻ വന്നിട്ടുണ്ട്. അവര് കാണാതെ ഓടി വന്നതാ. എനിക്ക് പെട്ടെന്ന് പോണം. വന്നില്ലെങ്കി ഈ കാക്കക്കറുമ്പ് ദേഷ്യപ്പെടില്ലേ? നാളെ റിസൾട്ട് അറിയണത്. ജയിക്കുമെന്നറിയില്ല. ജയിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു സാധനം. ഞാൻ പോട്ടെ.